കേരളത്തിന്റെ നയഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാത്തവർ ആരും ഉണ്ടാകില്ല അല്ലേ? എന്നാൽ ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസിൽ ഒരു പരിചയവുമില്ലാത്ത ഒരു കൂട്ടം ട്രിപ്പ് ലവേഴ്സിന്റെ കൂടെ അതിരപ്പള്ളിയിൽ നിന്നും വാഴച്ചാൽ ഷോളയാർ വനമേഖല വഴി മലക്കപ്പാറയിലേക്ക് ആനവണ്ടിയിലൂടെ പോകുന്ന സ്പെഷ്യൽ ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ നമ്മുടെ അതിരപ്പള്ളി വഴി മലക്കപ്പാറയിലേക്കുള്ള KSRTC ഉല്ലാസയാത്ര ചാലക്കുടി ഡിപ്പോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ വണ്ടിക്കുള്ള വെയിറ്റിംഗിലാണ്. കറക്റ്റ് 7:30 തന്നെ പോകാനുള്ള KSRTC എത്തിയിട്ടുണ്ട്. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് ഒരുപാട് ബസ് സർവീസുകൾ ഉണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് KSRTCയുടെ സൈറ്റ് സീയിങ് ബസ്സിലാണ്. അവധി ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സർവീസുകൾ അവൈലബിൾ ആണ്. ഈ യാത്രയ്ക്ക് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെർ ഹെഡ് 450 രൂപയാണ് ഈടാക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. എല്ലാ മാന്യയാത്രക്കാരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നമ്മള് ഈ ടൂറിലെ രണ്ട് മൂന്ന് സന്തോഷങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ സന്തോഷം വെറ്റിലപ്പാറ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഉച്ചയ്ക്ക് മലക്കപ്പാറയിലെ ലഞ്ച്, വൈകിട്ടുള്ള ചായ. ഇതാണ് 3 സന്തോഷം. മറ്റൊരു സന്തോഷം നമ്മൾ ഉണ്ടാക്കണം. ഇനി പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം. കഥ, തിരക്കഥ, സംഭാഷണം ദിനേശ് ഇബ്രാഹിം കല്ലേറ്റിങ്ങര. സംവിധാനം ഉണ്ണികൃഷ്ണൻ കാടുകുറ്റി. ഗതാഗത നിയന്ത്രണം അനിൽ അന്നനാട്. ഡോൾബി സൗണ്ട് മേലൂർ. ബസ്സിൽ കയറി അധികം വൈകാതെ തന്നെ കണ്ടക്ടർ സാറിന്റെ ഉജ്ജ്വല സ്വാഗതം. അത് നമ്മുടെ ട്രിപ്പ് മോഡ് ഓണാക്കിയെന്ന് വേണം പറയാൻ. തുടർന്ന് നമ്മൾ പരസ്പരം പരിചയപ്പെടാനുള്ള അവസരമായിരുന്നു. എല്ലാവരും പെട്ടെന്ന് അങ്ങനെ കൂട്ടുകാരായി. ഉഷാറായിട്ട് സംസാരിക്കണം. ഞാൻ അറ്റത്ത് പറഞ്ഞ ഫ്രണ്ടിൽ കേൾക്കണം. ഞങ്ങളുടെ ലീഡർ ജിനോ ആണ് ഈ അതിരപ്പള്ളി ട്രിപ്പ് മലക്കപ്പാറ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ട്രിപ്പ് നടത്തുന്നത്. ഇതുവരെ ട്രിപ്പ് പോകാത്തൊരു പിള്ളേരാണ്. കേരളത്തിലെ ആദ്യത്തെ മലക്കപ്പാറ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ല് ചാലക്കുടി KSRTC ഡിപ്പോയിൽ നിന്നുമാണ് ആരംഭിച്ചിട്ടുള്ളത്. മൺസൂൺ കാലത്ത് മിസ് ചെയ്യാതെ കാണേണ്ട ഒരു യാത്രയാണ് അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള ഈ യാത്ര. അങ്ങനെ നമ്മുടെ ബസ്സിന്റെ ആദ്യ സ്റ്റോപ്പ് ബ്രേക്ക്ഫാസ്റ്റിനായി വെറ്റിലപ്പാറയിലെ വൃന്ദാവൻ ഹോട്ടലിന് മുമ്പിലായി നിർത്തിയിരിക്കുകയാണ്. 80 രൂപയിൽ ഒതുങ്ങുന്ന ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ അപ്പം, മുട്ടക്കറി, ഇഡ്ലി, സാമ്പാർ, പൂരി മസാല എന്നീ ഐറ്റംസുകളാണ് നമുക്കായി ഇവിടെ ഒരുക്കിയിരുന്നത്. ഇന്നേ ദിവസം തന്നെ തൃശ്ശൂരിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള ഉല്ലാസയാത്ര KSRTC ആണ് ഈ പോകുന്നത്. അങ്ങനെ നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബസ്സിലേക്ക് തിരിച്ചു കയറി യാത്ര തുടർന്നു. ചുറ്റും പച്ചമര തണലിനിടയിലൂടെയുള്ള യാത്രയ്ക്ക് മാറ്റുകൂട്ടാൻ പാട്ടും ഡാൻസും ഒക്കെയായി യാത്ര കൂടുതൽ വൈബിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ. ഞാൻ ഒരു സിമ്പിൾ പാട്ടാണ് പാടുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും കൈയടിക്കുക. ഓക്കെ നീലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിൽ പോലെ കമ്മലിട്ട കൊടുങ്ങി നിൽപ്പവളെ ഏതു പൂർവ്വ ബസ്സിന ഞാൻ സ്വന്തമാക്കിയ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. പോകും വഴിയിൽ തന്നെ ഒരുപാട് വാട്ടർ തീം പാർക്കുകൾക്ക് മുന്നിലൂടെയാണ് ഈ കാണുന്നത് സിൽവർ സ്റ്റോമിന്റെ എൻട്രൻസ് ആണ്.
അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ നിന്നല്ല, അതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ എൻട്രൻസിൽ നിന്നുമാണ്. അങ്ങനെ നമ്മൾ ഇതാ ഈ എൻട്രൻസ് ഏരിയയിലേക്ക് എത്തി. പെർ ഹെഡ് 50 രൂപ നിരക്കാണ് ഇവിടുത്തെ എൻട്രി ഫീ. നമ്മുടെ കണ്ടക്ടർ സാർ ഓൾറെഡി ആ മണി നേരത്തെ കണക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ഒട്ടും ടൈം കളയാതെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഒരുമിച്ച് കയറാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. മൺസൂൺ കാലമായതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിന്റെ അകത്തും പുറത്തുമായി നല്ല തിരക്കുണ്ട്. കേരളത്തിൽ എവിടെയുള്ളവർക്കും വൺ ഡേ ട്രിപ്പായി വന്നു പോകാവുന്ന ഒരു വാട്ടർഫോൾ ആണിത്. അതുകൊണ്ട് തന്നെ മൺസൂൺ കാലത്ത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ ഏരിയ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി ഒട്ടനവധി ഭാഷയിലെ സിനിമകൾക്ക് വേദിയായിട്ടുണ്ട് ഈ വാട്ടർഫോൾ. നമ്മൾ ഇനി ആദ്യം പോകുന്നത് വാട്ടർഫോളിന്റെ മുകൾ ഭാഗത്തേക്കാണ്. ഈ കാണുന്നത് ചാലക്കുടി പുഴയാണ്. ആനമലയിൽ നിന്ന് 145 കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തുന്ന ഈ ചാലക്കുടി പുഴ പെരിയാർ നദിയോട് ചേർന്ന് അറബിക്കടലിൽ ചെന്നുചേരുന്നു. പാറക്കൂട്ടങ്ങളെ തകർത്ത് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഗർജനത്തിനിടയിൽ നിശബ്ദമായി ഉദിക്കുന്ന വർണ്ണവില്ല് പ്രകൃതിയുടെ ക്യൂട്ട്നെസ് വാരിയിട്ട ക്ലിക്കെന്നല്ലാതെ എന്താ പറയാലേ. മുകളിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ താഴോട്ട് നടന്ന് വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ഭംഗി കാണാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ട്രിപ്പിന്റെ ആദ്യ ഡെസ്റ്റിനേഷനായ അതിരപ്പള്ളി വാട്ടർഫോളിന്റെ താഴെ നിന്നുള്ള വ്യൂ. ദ റിയൽ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, ദാ അതിതാണ്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. പാറമുകളിൽ നിന്ന് മേഘം ഒഴുകിയിറങ്ങുന്നത് പോലെ പ്രകൃതിയുടെ മാജിക്കൽ മൊമെന്റ് ആയി തോന്നും ഇത്. എത്ര കണ്ടാലും മതിവരാതെ നിന്നു പോകും നമ്മളിവിടെ. ബാഹുബലിയിലും ARMലുമായി കണ്ട വിഷ്വൽസിന്റെ റിയൽ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും ടൂറിസ്റ്റ് ഐക്കോണിക് സ്പോട്ടായി ഇവിടം മാറിയത്. 80 അടി ഉയരത്തിലും 100 മീറ്ററിലധികം വീതിയിലുമായി വിശാലമായി ഒഴുകുന്നതാണ് ഈ വാട്ടർഫോൾ. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. പോകും വഴി പലയിടത്തും കുരങ്ങുകളെ കാണാം. നമ്മുടെ കയ്യിലെ ഫുഡ് ഐറ്റംസിലാണ് അവരുടെ ശ്രദ്ധ. സോ അവരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ ഫുഡ് ഐറ്റംസുകൾ കയ്യിൽ വെച്ചാൽ അറ്റാക്കിങ്ങിനും മറ്റ് അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് എൻട്രൻസിലേക്ക് എത്തി. നമ്മുടെ ബസ്സിനെ കാത്തു നിൽപ്പാണ്. അധികം വൈകാതെ തന്നെ നമ്മുടെ ബസ് എത്തുകയും നമ്മുടെ യാത്ര തുടരുകയും ചെയ്തു. അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് നമുക്ക് 2.5 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. അതായത് ഏകദേശം ഒരു 56 കിലോമീറ്ററോളം ദൂരം വരും. അടുത്തതായി നമ്മൾ പോകുന്നത് സഞ്ചാരികളുടെ ഏറെ പ്രിയപ്പെട്ട ചാർപ്പ വാട്ടർഫോളിലേക്കാണ്. അതിരപ്പള്ളിയിൽ നിന്ന് 3 കിലോമീറ്ററേ ഇവിടേക്കുള്ള ദൂരം വരുന്നുള്ളൂ. മഴക്കാലത്ത് മാത്രം ആക്റ്റീവ് ആവുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. ഈ റൂട്ടിലെ പ്രധാന ഡെസ്റ്റിനേഷനിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ വരുന്നവരാരും മിസ് ചെയ്യാതെ കാണുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ചാർപ്പ വാട്ടർഫോളിന്റെ തന്നെ റിനോവേഷന്റെ ഭാഗമായി പണിതിട്ടുള്ള ഒരു പാലമാണ് ഈ കാണുന്നത്. ഈ പാലം വരുന്നതോടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് കയറി ചെന്ന് കൂടുതൽ വിഷ്വൽ ബ്യൂട്ടി കാണാൻ സാധിക്കും. ഇതിന്റെ ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പാലം നമുക്ക് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി അടുത്തായി ബസ് നിർത്തുന്നത് വാഴച്ചാലിലാണ്. വീക്കെൻഡ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഈ റൂട്ടിൽ ഫുള്ള് ഫീൽ ചെയ്യുന്നുണ്ട്. അതിരപ്പള്ളി വാട്ടർഫോളിൽ നമ്മൾ എടുത്ത ആ സെയിം ടിക്കറ്റിൽ തന്നെ നമുക്ക് ഇവിടെയും എൻട്രി കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്കിനി പോകേണ്ടത് ഈ കാണുന്ന ചെക്ക് പോസ്റ്റിന്റെ അപ്പുറം കടന്നു വേണം. കാരണം നല്ല തിരക്കുള്ളതുകൊണ്ട് ഈ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്താണ് നമ്മുടെ ബസ് പാർക്ക് ചെയ്തേക്കുന്നത്. കയറി ചെന്നാൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് കിഡ്സിന്റെ പാർക്കാണ്. അതിനടുത്തായി തന്നെ വലിയവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഇരിപ്പിടങ്ങൾ ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് വാഴച്ചാൽ വാട്ടർഫോൾ. അതിരപ്പള്ളി വാട്ടർഫോളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ചെരിഞ്ഞ പാറകളിലൂടെ ഒഴുകിയെത്തുന്നതാണ് ഈ വെള്ളച്ചാട്ടം. പ്രകൃതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കും ഇതൊരു പരദീസി എന്ന് പറയാം. കാരണം 4 വ്യത്യസ്ത വേഴാമ്പലുകളെയാണ് ഇവിടെ കാണപ്പെടുന്നത്. അങ്ങനെ കാണപ്പെടുന്ന കേരളത്തിലെ ഏക സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ ഫോറസ്റ്റ് ആംബിയൻസിൽ സജ്ജീകരിച്ചിട്ടുള്ള
ഗാർഡനിങ്ങും വാക്ക് വേയുമാണ്. കാരണം ഫോട്ടോസും വീഡിയോസും വെറൈറ്റി ഫ്രെയിമിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാം. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ വഴിയോരത്തോടെ നമ്മുടെ ബസ് കിടക്കുന്ന ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തുള്ള ജംഗ്ഷനിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് ഭക്ഷണം കഴിക്കാനും വാങ്ങിക്കാനും പറ്റിയൊരു ഏരിയ. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് മലക്കപ്പാറ വരെ കടകളൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഈ റൂട്ടിലൂടെ ബൈക്കിലൂടെ തന്നെ വരണം കേട്ടോ. അതെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം കാടിൻ്റെതായ എല്ലാ വൈബും ആസ്വദിക്കാൻ അത് ബൈക്കിനോളം വേറൊരു വണ്ടിക്ക് പറ്റില്ല. അതിന് ഉദാഹരണമാണ് ഈ ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു കൂട്ടം തന്നെ. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇപ്പം ഈ കടന്നു പോകുന്ന ഈ ഇരുമ്പുപാലം ഉണ്ടല്ലോ, 1937 ബ്രിട്ടീഷുകാർ കണ്ണൻദേവൻ തേയിലത്തോട്ടത്തിൽ പോകാൻ വേണ്ടി നിർമ്മിച്ചതാണത്രേ. ഇനി അങ്ങോട്ടേക്ക് കൊടുങ്കാടാണ്. അതുകൊണ്ട് തന്നെ കാട്ടാന, കാട്ടുപോത്ത്, പുലി അങ്ങനെ എല്ലാവിധ വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇനിയുള്ള 50 കിലോമീറ്ററോളം കാഴ്ചകൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് യാത്രയുടെ ബോറടി മാറ്റാനായിട്ട് കണ്ടക്ടർ സാറും ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആൽഫിനും മുന്നോട്ട് വന്നു. എല്ലാവരോടും കൂടി ഞാൻ കാര്യം ചോട്ടെ, നിങ്ങൾ എല്ലാവരോടും എൻജോയ് ചെയ്യാവുന്നല്ലേ അല്ലേ? എനിക്ക് ഉഷാറില്ല, നല്ല ഉഷാറില്ല, എൻജോയ് ചെയ്യാവുന്നല്ലേ? അതോടെ ബസ് ഒരു ഫാമിലി ഉല്ലാസയാത്രയുടെ മൂഡിലായി എന്ന് വേണം പറയാൻ. കാരണം ആൽഫിൻ ആ മൈക്ക് ഈ യാത്രയുടെ അവസാനം വരെയും താഴെ വെച്ചിട്ടില്ല. ഓരോരുത്തരിലേക്കും ചിരിയും ഉല്ലാസവും നിറയ്ക്കാൻ ആൾക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ആൽഫിനെ ഈ ട്രിപ്പിന്റെ ഒരു വൈബ് മാസ്റ്റർ എന്നൊക്കെ വിളിക്കാം. ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ ആൽഫിനെ മറക്കുകയില്ല. തീർന്നില്ല, അന്താക്ഷരിയും കണ്ടക്ടർ ഡോൾബിൻ ചേട്ടന്റെ നാടൻപാട്ടൊക്കെ അടിപൊളിയാണ്. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാറാറ് പണ്ടൊരു ചെണ്ട. ഇനി ഈ യാത്രയിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരാളാണ് ഡ്രൈവർ സാറായ അനിൽ അന്നനാട്. കാരണം കേരളത്തിലെ തന്നെ ലോങ്ങസ്റ്റ് ഫോറസ്റ്റ് ട്രിപ്പാണ് അതിരപ്പള്ളി മലക്കപ്പാറ യാത്ര. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾക്ക് മാത്രമേ ഈ റൂട്ടിലൂടെ അനായാസം ഓടിക്കാനാവൂ. അതിനുത്തമ ഉദാഹരണം അനിൽ സാറിൻ്റെ ഡ്രൈവിംഗ് തന്നെയാണ്. കാരണം ഈ യാത്രയിൽ പല ക്രൂഷ്യൽ സിറ്റുവേഷനിലും അദ്ദേഹം വണ്ടി ഹാൻഡിൽ ചെയ്തത് അത്രത്തോളം ശ്രദ്ധാപൂർവമായിരുന്നു. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വാച്ച്മരം ട്രൈബൽസ് കോളനിയിലേക്കുള്ള വഴി. അവിടേക്ക് പബ്ലിക്കിന് അലൗഡ് അല്ല. ആനക്കയം എന്ന ഈ സ്ഥലമാണ് ബാഹുബലി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായി ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ആനക്കൂട്ടം വന്ന് വെള്ളം കുടിക്കാൻ എത്തുന്നത് പതിവ് കാഴ്ചയാണ്. അക്കാരണത്താലാണ് ആനക്കയം എന്ന പേര് വരാൻ ഇടയായത്. വാഴച്ചാൽ വാട്ടർഫോൾ കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൻ്റെ അടുത്ത സ്റ്റോപ്പായി നിർത്തുന്നത് ഈ കാണുന്ന ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ വാൽ ഹൗസിനടുത്താണ്. ഒരു 10 മിനിറ്റ് നമുക്കിവിടെ ഇറങ്ങി എന്ന് കാണാനുള്ള അവസരമുണ്ട്. ഈ കാണുന്നതിനടിയിലായി തന്നെ പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകളും കാണാം. 3 വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഇവിടെ ഉള്ളത്. ബസ്സിലേക്ക് തിരിച്ചു കയറിയതിനു ശേഷം പരസ്പരം എല്ലാവരും ഫീഡ്ബാക്കുകൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാകുന്നത് പല ജില്ലകളിൽ നിന്ന് ഒരേ മനസ്സോടെ എത്തിയവരാണ് എല്ലാവരും എന്ന്. എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു ആതിരപ്പള്ളി വരെയൊക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി. ഉറക്കം വന്നിട്ട് പിന്നെ ആങ്കർ ഉണ്ടല്ലോ, ആങ്കറിന് എന്തായാലും നല്ലൊരു കയ്യടി കൊടുക്കണം. ഇപ്പൊ ആ ഉറക്കൊക്കെ പോയിട്ട് ഇപ്പൊ എന്താ വെച്ചാൽ നല്ലൊരു ആ ഒരു ടൂർ മൂടിലേക്ക്, അതായത് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് സോൺ ആയിരുന്നത്. സോ എനിക്ക് ഇത് ആളുടെ ഈ ആങ്കറിങ്ങും ഒക്കെ ആയപ്പോൾ കുറച്ചും കൂടി ഒരു കംഫർട്ട് സോൺ ആയി. എൻ്റെ ഒരു ഇമാജിനേഷൻ എന്ന് വെച്ചാൽ ബസ്സിൽ കയറാ, ഉറങ്ങാ, മലക്കപ്പാറ എത്താ, കാണാൻ വരാ, തിരിച്ചു വരാ, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ കണ്ടക്ടർ പൊളി വൈബ്, വേറെ മൂഡ്, അതെങ്ങനെ പാട്ടൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഇത്ര നേരമായിട്ട് ഞാൻ മര്യാദക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് കൂടി ഇല്ല. എനിക്ക് എല്ലാരും അങ്ങനെ തന്നെയാ തോന്നുള്ളൂ. അതെന്നെ വലിയ കാര്യം. യൂസ് ചെയ്താ അല്ല, ഓക്കെ, യൂസ് ചെയ്തില്ല, എന്നിട്ട് പോലും വലിയ ബോറൊന്നും അടിക്കല്ല. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ആൽഫിൻ ചേട്ടൻ. കൂടെ ആളില്ലാത്തവര്
പ്രായമായവർ, റിട്ടയർഡായവർ, പിന്നെ അതുപോലെ ഫാമിലിയിലാണെങ്കിൽ തന്നെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞു കൂടുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആയിരിക്കും ഒരു അനുഗ്രഹമാണ് ഈ KSRTC എനിക്ക് തോന്നുന്നത്. ആ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഷോളയാർ ഡാമിന്റെ റിസർവോയർ. മിക്കപ്പോഴും ആനകളെ ഇവിടെ സൈറ്റിംഗ് ആയി കിട്ടുന്ന ഒരു മെയിൻ ഏരിയ ആണിത്. നമുക്ക് വിചാരിച്ച പോലെ അനിമൽ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. എന്നിരുന്നാലും പോകുന്ന വഴിയിൽ കണ്ട ഒരു കരിങ്കുരങ്ങന്റെ സൈറ്റിംഗ് ആണിത്. ഫൈനലി നമ്മൾ മലക്കപ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം ക്ലൈമറ്റ് ടോട്ടലായി മാറിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഏരിയയുടെ പ്രത്യേകത തന്നെ. ഈ ടൗൺ കഴിഞ്ഞാലുടൻ രണ്ടു വശവും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് യാത്ര. ശാന്തസുന്ദരമായ ഗ്രാമഭംഗിയും തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും തണുപ്പുമാണ് മലക്കപ്പാറയുടെ പ്രധാന അട്രാക്ഷൻ. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റർ ഉയരത്തിലാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മലക്കപ്പാറയിൽ മലയാളവും തമിഴും കലർന്നാണ് സംസാരിക്കുന്നത്. മാലാകപ്പാറ എന്ന പേരാണ് പിന്നീട് മലക്കപ്പാറ എന്ന പേരുമായി മാറിയത്രേ. അങ്ങനെ നമ്മൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് എടുത്ത ടിക്കറ്റും നമ്മുടെ വണ്ടിയുടെ നമ്പറും മറ്റും ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, വൈകിട്ട് 4 മണിക്ക് ശേഷം ബൈക്കുകൾ കടത്തിവിടുകയില്ല. അതുപോലെ തന്നെ 6 മണിക്ക് ശേഷം കാറുകളും കടത്തിവിടുകയില്ല. സോ അതിനു മുൻപായി തന്നെ ഇവിടെ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനോട് എത്തിയോടുകൂടി ശക്തമല്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു മഴ പെയ്തു തുടങ്ങി. മലക്കപ്പാറയുടെ ശ്രദ്ധേയമായ തേയിലത്തോട്ടങ്ങളിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. ടാറ്റ ടീ കമ്പനിയുടെ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളുമാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഉച്ചയൂണിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് മലക്കപ്പാറയിലെ മല്ലിക ചേച്ചിയുടെ കട. ഇവിടെ നിന്നാണ് നമ്മുടെ ലഞ്ച് കഴിക്കുന്നത്. ചെറിയൊരു കടയായതിനാൽ തന്നെ അതിൻ്റെതായ പരിമിതികൾ ഇവിടെയുണ്ട്. ഉച്ചഭക്ഷണമായി ബിരിയാണിയും ഊണുമാണ് ലഭിക്കുന്നത്. ഒരു ആവറേജ് ഫുഡ് എന്നൊക്കെ പറയും. ഉച്ചയോട് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള അപ്പർ ഷോളയാർ ഡാമിലേക്കാണ്. മലക്കപ്പാറയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നത്. ഈ കാണുന്നതാണ് അപ്പർ ഷോളയാർ ഡാം. ഇതിന് തൊട്ടടുത്തായി തന്നെ കാണുന്നതാണ് ഷോളയാർ ഡാമിന്റെ പാർക്ക് ഏരിയ. നമ്മുടെ ബസ് ഡാമിന്റെ മുകൾ വശത്തായി തന്നെ നിർത്തി നമ്മൾ അണക്കെട്ടിന്റെ മുകൾ ഭാഗം കാണാൻ പോവുകയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് റിസർവോയർ ഏരിയ. ഇനി റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഷോളയാർ ഡാമിന്റെ പാർക്ക് ഏരിയ. ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ ആണ് റിസർവോയർ ഏരിയയുടെ ഒരു ഭാഗം. 1 മണിക്കൂറോളം നമ്മൾ ഇവിടെ കണ്ട് ആസ്വദിച്ച് സെൽഫിയും വീഡിയോയും ഒക്കെ എടുക്കാനാവും. ഇനി മടക്കയാത്രയാണ്. വരുന്ന വഴിയിലായി തന്നെ തേയിലത്തോട്ടം ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സീനറിയിൽ ബസ് നിർത്തി തന്നു. നമ്മുടെ ട്രിപ്പിന്റെ അവസാനമായതിന്റെ ആവാം എല്ലാവരും ആവേശത്തോടെ മത്സരിച്ച് ഫോട്ടോസും വീഡിയോയും എടുക്കുന്ന തിരക്കിലായി. തേയിലത്തോട്ടങ്ങളുടെ നാട്ടിൽ പോയിട്ട് വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ അല്ലേ? അതിനായി ശുദ്ധമായ തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും കിട്ടുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ ഇവിടെ തന്നെയുണ്ട്. അവിടെ എല്ലാവരും കയറി പർച്ചേസ് കഴിഞ്ഞ് തിരിച്ച് യാത്ര തുടങ്ങുകയാണ്. മലക്കപ്പാറയോട് ടാറ്റ പറഞ്ഞ് നമ്മൾ മലയിറങ്ങിയായി. ട്രിപ്പിന്റെ എനർജി ഒട്ടും ചോർന്നു പോകാതെ ഡാൻസും പാട്ടും ഒക്കെ ആയി ഏകദേശം 8 മണിയോടുകൂടി വാച്ച്മാരൻ ട്രൈബൽസ് കോളനിയിലടുത്ത് ടീ ബ്രേക്കിനായി ബസ് നിർത്തി. നമ്മൾ ഇതുവരെ സേഫ്
സേഫായിട്ട് ഡ്രൈവ് ചെയ്ത നമ്മുടെ സ്വന്തം സദാരി പറഞ്ഞു. ആരോടും നന്ദി പറഞ്ഞില്ല, എല്ലാവരോടും നന്ദി പറഞ്ഞു. കാരണം ഞാൻ ആ സമയം നമുക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പുള്ളിയെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല, പുള്ളിയുടെ ബാക്ക് മാത്രമേ കാണുള്ളൂ. ആള് ബാക്കിൽ നിന്ന് കുറെ സംസാരിക്കുന്നുണ്ട്, ഞാൻ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ആള് നമ്മളടിക്കുന്ന കുറെ തമാശക്ക് ആള് ഇവിടുന്ന് കൗണ്ടർ പറയുന്നുണ്ട്. പക്ഷെ ആള് ചെയ്യുന്ന ഫുൾ എൻജോയ്മെന്റ് ആള് ബാക്കിൽ വെച്ചുകൊണ്ട് ആള് ചെയ്യുന്ന കർത്തവ്യം ഭയങ്കര സുരക്ഷിതമായിട്ടും ഭയങ്കര അത്ര തീർച്ചയായിട്ടും കൂടി ആൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരുപാട് ഡേഞ്ചർഫുൾ ആയ രീതിയിലാണ് നമ്മൾ വന്നത്. പക്ഷെ അതൊന്നും ആള് കൂളായിട്ട് വണ്ടി എടുക്കുക, ഞാൻ പൊക്കോളാം, പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര സേഫായിട്ട് അത്ര എക്സ്പീരിയൻസോടുകൂടിയാണ് എത്തിച്ചത്. അത് നിസ്സാര കാര്യമല്ല. നമ്മള് കുറച്ച് നേരം വൈകിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സേഫായിട്ട് ഇതുവരെ എത്തിച്ചത് ഈ ഒറ്റ വ്യക്തിയുടെ കയ്യിലാണ് നമ്മുടെ എല്ലാവരുടെയും ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ആള് പൊന്നുപോലെ സൂക്ഷിച്ച് നമ്മളിനി കറക്റ്റ് ഡെസ്റ്റിനേഷനിലാണ് കൊണ്ടെത്തിക്കും. സോ അതിനുവേണ്ടി എല്ലാവരുടെയും ഭാഗം നല്ലൊരു കയ്യടി കൊടുക്കുന്നതാണ്. ഒരു 200-250 ട്രിപ്പോളം ഞാൻ ഓടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സൂപ്പർ ട്രിപ്പായിട്ട് പോയി ഇന്നത്തെ. അത് നിങ്ങൾക്കുള്ളതാണ്, ഞങ്ങളുടെ മികവല്ല, ഇന്ന് നിങ്ങളുടെ മികവാ. തിരിച്ചു വരുന്ന വഴിയിലെങ്കിലും അനിമൽ സൈറ്റിംഗ് കിട്ടുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. പക്ഷെ കാണാനായത് ഈ നാടൻ എരുമകളെയാണെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ആനവണ്ടി സവാരി അവസാനിക്കുകയാണ്. മുന്നേ പറഞ്ഞ പോലെ വീക്കെൻഡിന്റെ തിരക്ക് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് 8 മണിക്ക് എത്തേണ്ടിയിരുന്ന നമ്മൾ രാത്രി 9:30 കൂടിയിട്ടാണ് ചാലക്കുടിയിലെത്തിയത്. നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ KSRTC ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.